എല്ലാവർക്കും ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ ചേരാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചേർന്നാൽ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് PDF വഴി ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ്. പാർട്ടായിട്ട് ആകരം ഇത് വരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാന്ധിജി ജനിച്ച വീട് എന്തു പേരിൽ അറിയപ്പെടുന്നു? നമ്മുടെ ഈ ചാനലിൽ ടൈം ഇടുന്നില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ്. കാരണം നമ്മുടെ ഈ വീഡിയോസിനെല്ലാം വളരെ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നെറ്റ് ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ക്വിസ് പോയിൻ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇവയ്ക്കെല്ലാം നമ്മൾ ടൈം കൊടുത്ത് ഇടുന്നുണ്ട്, ശ്രദ്ധിക്കുക. കീർത്തി മന്ദിർ എന്ന പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കീർത്തി മന്ദിർ. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം ഇതാണ്: ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു, ആൻഡ് ദിസ് ലാസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെക്കുക. നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ കാണിക്കാം. സ്വാലിഹ് എന്ന ഒരു കുട്ടിയാണ് അതിൻ്റെ ആൻസർ ചെയ്തിട്ടുള്ളത്. ആകെ ഒരാൾ മാത്രമാണ് നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റായ ആൻസർ പറഞ്ഞിട്ടുള്ളത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് എന്ത്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെക്കുക. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഇന്ത്യൻ ഒപ്പീനിയനായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര്. നാലാമത്തെ ചോദ്യം ഇതാണ്, രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഇതൊരാളല്ല വിശേഷിപ്പിച്ചത്, മറിച്ച് ഒരു സ്ഥലമാണ് വിശേഷിപ്പിച്ചത്, അഥവാ ഒരു രാജ്യം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യമാണ് ഗാന്ധിജിയെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത്? ഇതിൻ്റെ ആൻസർ നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞായിരുന്നു. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, എൻ്റെ സത്യ അന്വേഷണ പരീക്ഷണങ്ങൾ. ഇത് നേരത്തെ ഇതിൻ്റെ ആൻസർ പറഞ്ഞായിരുന്നു, അത് വേറെ രൂപത്തിലാണ് പറഞ്ഞത് എന്നുള്ളൂ. ഗാന്ധിജിയുടെ ആദ്യ കൃതി അത് ഹിന്ദ് സ്വരാജ് ആണ്. ഈ സത്യ അന്വേഷണ പരീക്ഷണങ്ങൾ എന്നതിൻ്റെ മലയാളം വാക്കാണ് ഹിന്ദ് സ്വരാജ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഉള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്കും ഒന്ന് ചെയ്തു വെക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയിട്ടുള്ളത് ഏതു ഭാഷയിലാണ്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഗുജറാത്തി ഭാഷ അഥവാ ഗുജറാത്തി ലാംഗ്വേജ്. ഏഴാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, സി രാജഗോപാലാചാരി. സി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലാണ്, അല്ലാതെ ഓപ്ഷൻ അല്ല. ഏഴാമത്തെയും എട്ടാമത്തെയും ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്, കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്രിപ്സ് മിഷൻ.
9ാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ ഇഷ്ടഗാനം ഏത്? വൈഷ്ണവ് ജനാദ് എന്നാണ് ആ ഗാനത്തിൻ്റെ പേര്. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈഷ്ണവ് ജനാദ്. 10ാമത്തെ ചോദ്യം ഇതാണ്. വൈഷ്ണവ് ജനാദ് രചിച്ചത് ആര്? നമ്മുടെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്നുള്ളതാണ്. ഗാന്ധിജിയുടെ ഇഷ്ടഗാനമാണ് വൈഷ്ണവ് ജനാദ്. ആ വൈഷ്ണവ് ജനാദ് രചിച്ചത് ആര്? നരസിംഹ മേത്ത എന്ന ആളാണ് വൈഷ്ണവ് ജനാദ് എന്ന കൃതി രചിച്ചിട്ടുള്ളത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, നരസിംഹ മേത്ത. ഇത് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ വിദേശ രാജ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇത് നമ്മുടെ ഗാന്ധി ജയന്തി ക്വിസുമായി ബന്ധപ്പെട്ട 3 പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് 3ാമത്തെ പാർട്ടാണ്. എല്ലാവരും ഗാന്ധി ജയന്തി ക്വിസിൽ ഫസ്റ്റ് നേടി വരിക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.